അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിന് ഏറ്റവും ഗുണകരമായ ഒരു വെബ് ആപ്ലിക്കേഷനാണ് ACMS. ഇതിലെ റിപ്പോർട്ട് സെക്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ അക്ഷയ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അറിയാനും വിലയിരുത്താനും കഴിയും. സ്റ്റാഫ് ട്രാൻസാക്ഷൻ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് എല്ലാവരുടേതും അല്ലെങ്കിൽ ഓരോ സ്റ്റാഫിന്റെയും ട്രാൻസാക്ഷൻ വിവരങ്ങൾ ലഭിക്കും. കൂടാതെ റിപ്പോർട്ട് ഏത് ദിവസത്തെയും കാണാവുന്നതാണ്. വർക്ക് കംപ്ലീറ്റഡ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ചെയ്ത വർക്കുകളുടെ റിപ്പോർട്ട് ലഭിക്കും. ഇതിൽ ആകെയും അല്ലെങ്കിൽ ഓരോ സ്റ്റാഫിന്റെയും വിവരങ്ങൾ ലഭിക്കും. കൂടാതെ റിപ്പോർട്ട് ഏത് ദിവസത്തെയും കാണാവുന്നതാണ്. ടോട്ടൽ ക്രെഡിറ്റ് റിപ്പോർട്ട് സെന്ററിലേക്ക് ക്യാഷ്, ബാങ്ക്, വാലറ്റ് എന്നിവയിൽ ആകെ ക്രെഡിറ്റ് ആയ തുകകളുടെ റിപ്പോർട്ട് നൽകുന്നു. സ്റ്റാഫ്, ഡേറ്റ് എന്നിവ ഉപയോഗിച്ച് സിലക്ട് ചെയ്ത് വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാവുന്നതാണ്. ടോട്ടൽ ഡെബിറ്റ് റിപ്പോർട്ട് സെന്ററിൽ നിന്ന് ക്യാഷ്, ബാങ്ക്, വാലറ്റ് എന്നിവ വഴി ഡെബിറ്റായ തുകകളുടെ റിപ്പോർട്ട് നൽകുന്നു. സ്റ്റാഫ്, ഡേറ്റ് എന്നിവ ഉപയോഗിച്ച് സിലക്ട് ചെയ്ത് വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാവുന്നതാണ്. നെറ്റ് ക്യാഷ് റിപ്പോർട്ട് എന്നത് സെന്ററിലെ ക്യാഷ്, ബാങ്ക്, വാലറ്റ് എന്നിവ വഴി ഡെബിറ്റായ തുകകളുടെയും ക്രെഡിറ്റായ തുകകളുടെയും സംക്ഷിപ്ത റിപ്പോർട്ട് നൽകുന്നു. സ്റ്റാഫ്, ഡേറ്റ് എന്നിവ ഉപയോഗിച്ച് സിലക്ട് ചെയ്ത് വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാവുന്നതാണ്. അക്കൗണ്ട് ട്രാൻസാക്ഷൻ റിപ്പോർട്ടിൽ നിന്ന് ഓരോ അക്കൗണ്ടിലും ട്രാൻസാക്ഷൻ നടന്ന തുകകളുടെ റിപ്പോർട്ട് ലഭിക്കുന്നു. ഇതിൽ കളക്ഷൻ, പേയ്മെന്റ്, ഡെപ്പോസിറ്റ്, വിഡ്രോവൽ എന്നിവയുടെ അക്കൗണ്ട് തിരിച്ചുള്ള കണക്കുകൾ ലഭിക്കുന്നു. സ്റ്റാഫ്, ഡേറ്റ് എന്നിവ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. സർവീസ് ട്രാൻസാക്ഷൻ റിപ്പോർട്ടിൽ നിന്ന് ഓരോ അക്കൗണ്ടിലും ഓരോ സ്റ്റാഫും സർവീസിനായി ട്രാൻസാക്ഷൻ നടത്തിയ തുകകളുടെ റിപ്പോർട്ട് ലഭിക്കുന്നു. ഡേറ്റ് ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. വിസിറ്റേഴ്സ് ബുക്കിൽ നിന്ന് ഏതു ദിവസത്തെയും സന്ദർശകരുടെ റിപ്പോർട്ട് കാണാവുന്നതാണ്. കളക്ഷൻ റിപ്പോർട്ടിൽ നിന്ന് കസ്റ്റമർ സർവീസിനായി നൽകേണ്ടുന്ന തുകയുടെയും നൽകിയ തുകയുടെയും ബാലൻസ് തരേണ്ട തുകയുടെയും റീഫണ്ട് നൽകിയ തുകയുടെയും റിപ്പോർട്ട് ലഭിക്കുന്നു. ബാലൻസ് ഷീറ്റിൽ നിന്ന് സ്ഥാപനത്തിന്റെ വരവ്, ചിലവ്, ലാഭം എന്നീ കാര്യങ്ങൾ ലഭിക്കുന്നു. ഈ റിപ്പോർട്ടിൽ കലണ്ടർ വർഷം, സാമ്പത്തിക വർഷം എന്നിങ്ങനെയും കൂടാതെ ഡേറ്റ് റേഞ്ചിലും ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. റെസിപ്റ്റ് റിപ്പോർട്ടിൽ ആകെ റെസിപ്റ്റ് ചെയ്ത തുകകളുടെ ഡീറ്റെയിൽ റിപ്പോർട്ട് ലഭിക്കുന്നു. ഇതിന്റെ പ്രിന്റ് എടുത്ത് റഫറൻസിന് ഉപയോഗിക്കാവുന്നതാണ്. കൺസോളിഡേറ്റഡ് റിപ്പോർട്ടിൽ നിന്ന് സർവീസ്, കൗണ്ടർ ക്യാഷ് ഡീറ്റെയിൽസ്, ഡെബിറ്റ് ഡീറ്റെയിൽസ്, ക്രെഡിറ്റ് ഡീറ്റെയിൽസ്, അക്കൗണ്ട് ബാലൻസ് എന്നിവയുടെ ഡീറ്റെയിൽസ് ലഭിക്കുന്നു. ഇയർലി റിപ്പോർട്ടിൽ ഒരു വർഷത്തെ സർവീസ് കളക്ഷൻ മാസത്തെ അടിസ്ഥാനപ്പെടുത്തി ലഭിക്കുന്നു. മന്ത്ലി റിപ്പോർട്ടിൽ നിന്ന് ഒരു മാസത്തെ കണക്ക് ദിവസം അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ്. ഓവർവ്യൂ റിപ്പോർട്ടിൽ സർവീസ് ചാർജ് കളക്ഷന്റെ ഇന്നത്തെ, ഇന്നലത്തെ, ഈ ആഴ്ചയിലെ, കഴിഞ്ഞ ആഴ്ചയിലെ, ഈ മാസത്തെ, കഴിഞ്ഞ മാസത്തെ എന്നിങ്ങനെ കണക്കുകൾ ലഭിക്കുന്നു.